മക്കളെ, ഇന്ന് നമുക്ക് രാജാർ വിദ്രോഹി എന്ന നാടകത്തിലെ തേർഡ് പാർട്ടാണ്. 2 പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആക്ടിവിറ്റി മറ്റു കുട്ടികൾ ചോദിച്ച സമയത്ത് അത് ഞാൻ സെൻഡ് ചെയ്തു. അതുകൊണ്ടാണത് മറന്നു പോയത്. ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ, ഇത് 3-ാമത്തെ ഭാഗം ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ളത് എന്താണോ, നിങ്ങളെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് എന്നോട് ഇതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അതിന് മറുപടി ആയിട്ട് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഹേമിൻ്റെ കൂടെ എല്ലാവരും ചേരുന്നു ഇതുവരെയാണ് നമ്മൾ എടുത്തത് അല്ലേ. हेम की तरफ चलो भाई चलकर हेम के साथ मजबूत करें हाथ मजबूत करें അതാണ് നമ്മൾ എടുത്തത്. അതുവരെയാണ് എടുത്തത്. എന്നിട്ട് എല്ലാവരും പോകുന്നു. അതായത് ഹേമിൻ്റെ പക്ഷത്താണ് ന്യായം എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഹേമിൻ്റെ കൂടെ ചേരുന്നു. അതുവരെയായിരുന്നു എടുത്തത്. ഇനി ബാക്കി നോക്കാം. സേനാപതി കാ പ്രവേശ്. സേനാപതി പ്രവേശിക്കുന്നു. രാജ തും പരേശാൻ നസർ ആ രഹേ ഹോ. രാജാവ് പറയാണ്, തും പരേശാൻ നസർ ആ രഹേ ഹോ. നിങ്ങൾ വളരെയധികം വിഷമത്തിലാണല്ലോ എന്ന് പറയാണ്. സേനാപതി, ജി മഹാരാജ്, സാരി ബാത്തേ സുന്നേ പർ ആപ്പ് ബി പരേശാൻ ഹോ ജായേങ്കി. അതേ മഹാരാജ്, കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞാൽ താങ്കളും വിഷമത്തിലാകും. രാജ, ഐസി ക്യാ ബാത്ത് ഹേ. അങ്ങനെ ഇപ്പൊ എന്ത് കാര്യമാണുള്ളത്? സേനാപതി, जिस कारण से यह लड़ाई लड़ी जानी है वे उसे ठीक नहीं समझते. എന്ത് കാരണത്തിന് വേണ്ടിയാണോ, എന്ത് കാരണം പറഞ്ഞിട്ടാണോ യുദ്ധം തുടങ്ങിയത് എന്നാണ് പറയുന്നത്. എന്ത് കാരണത്താലാണോ യുദ്ധം ആരംഭിച്ചത്, ലഡായി ലഡി ജാനി ഹേ വേ ഉസേ ടീക്ക് നഹി സമസ്തേ. അത് അവർ ശരിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതായത് യുദ്ധ കാരണം ശരിയല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. യുദ്ധ കാരണം ശരിയായിട്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ന്യായമല്ല അത് എന്ന് ജനങ്ങൾ പറയുന്നു എന്ന്. इससे तो यही साबित होता है कि लड़ाई के कारण का प्रचार करने में तुमने ध्यान नहीं दिया था. ഇസസേ തോ യഹി സാബിത് ഹോത്ത. അപ്പൊ രാജാവ് പറയാണ്, ഇതിൽ നിന്നും ഇതാണ് തെളിയിക്കാൻ പറ്റുന്നത്. തെളിവായിട്ട് വരുന്നത് എന്താണ്? ലഡായിക്ക് കാരണം പ്രചാർ കർണേമേ, യുദ്ധ കാരണം പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ല. യുദ്ധ കാരണം പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കണമായിരുന്നു, അതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ല. അതാണ് ഇതിന് കാരണം എന്ന് രാജാവ് പറയാണ്. ഇതർ ലഡായി ചൽ രഹി ഹേ. സേനാപതി പറയുന്നു, ഉദർ ലഡായി ചൽ രഹി ഹേ. അവിടെ യുദ്ധം നടക്കുകയാണ്. സബ്സേ പഹലെ മുജേ വഹാ പൗഞ്ചന ഹോഗ. ആദ്യം എനിക്ക് അവിടെ എത്തണം. രാജ, ऐसा ही करो पर याद रखना विद्रोहियों को माफ नहीं किया जाएगा. രാജാവ് പറയുന്നു, ഐസാ ഹി കരോ, അങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വിദ്രോഹികൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. ഏക്ക് സൈനിക പ്രവേശ്. പെട്ടെന്ന് അവിടേക്ക് ഒരു സൈനികൻ പ്രവേശിക്കുന്നു. സൈനിക്, സേനാപതിജി ഹം ലോഗ് ഹാർ ഗയേ. സൈനികൻ പറയാണ്, സേനാപതിജി നമ്മൾ പരാജയപ്പെട്ടു. സേനാപതി, ഹാർ ഗയേ, പരാജയമോ? ക്യാ കർത്തേ ഹോ, എന്താണ് പറയുന്നത്? അബി തോ ലഡായി ശുരു ഹോ ഗയി ദി. ഇപ്പോ യുദ്ധം ആരംഭിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോ യുദ്ധം ആരംഭിച്ചതായിരുന്നു, അപ്പോഴേക്കും പരാജയം സംഭവിച്ചു, എന്താണ് ഈ പറയുന്നത് എന്ന് പറയാണ് സേനാപതി. അപ്പൊ സൈനികൻ പറയുന്നു, ഹമാരെ ലോഗ് ബഡി സംഖ്യാമേം ഭാഗ് രഹേ ഹേ. നമ്മുടെ ആളുകൾ കൂട്ടത്തോടെ എന്ത് ചെയ്തിരിക്കുന്നു? ഓടിപ്പോയിരിക്കുന്നു, പലായനം ചെയ്തിരിക്കുന്നു എന്ന് പറയാണ്. രാജ, जाओ जाकर उनसे कहो जो भागेगा नहीं उसे इनाम दिया जाएगा, उसका राजकीय सम्मान होगा. രാജാവ് പറയാണ്, ജാവോ ജാക്കർ ഉസ്സേ കഹോ. പോയിട്ട് അവരോട് പറയൂ, ആരാണോ ഓടിപ്പോവാതിരിക്കുന്നത് അവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. അതുകൂടാതെ അവർക്ക് രാജകീയമായിട്ടുള്ള ആദരവ് കൂടി അവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം അവരെ അറിയിക്കൂ എന്ന് രാജാവ് പറയാണ്. സൈനികോങ്കെ സാത്ത് ഹേമ കാ പ്രവേശ്. സൈനികന്മാരോടൊപ്പം ഹേമ പ്രവേശിക്കുന്നു. ഹേം, ആ ബന്ദി ഹേ. ഹേമ പറയാണ്, താങ്കൾ ബന്ദിയാണ്, താങ്കളെ തടവിലാക്കിയിരിക്കുന്നു, താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാണ്. രാജ, സാവധാൻ ഹേം. ഹേം, നീ ശ്രദ്ധിക്കണം. എന്താണ് പറയാ, ശ്രദ്ധിച്ച് സംസാരിക്കൂ, സൂക്ഷിച്ച് സംസാരിക്കൂ എന്നൊക്കെ പറയില്ലേ.
യഹ് മത്ത് ഭൂലോ കി മേം രാജാഹും, ഞാൻ രാജാവാണെന്ന കാര്യം മറന്നു പോവരുത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് സംസാരിക്കാൻ വേണ്ടി പറയാണ്. ഹേം രാജാ കാ അധികാർ ആപ്നെ ഗോ ദിയാ ഹെ. ഹേമ പറയുന്നു, രാജാവിന്റെ അധികാരം താങ്കൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ജനതാ കെ ദർബാർ മേ ആപ് അപരാധി ഹെ. ജനങ്ങളുടെ കൊട്ടാരത്തിൽ താങ്കൾ അപരാധിയാണ്. ഉനീ കെ ഫൈസലെ കാ പാലൻ കർണേ ആയാ ഹും. അവരുടെ തീരുമാനം പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരുടെ തീരുമാനം നടപ്പിലാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയാണ് ഹേമ. രാജ അപ്പനെ ജിന്ദാ രഹത്തെ മേം ഐസാ നഹി ഹോനെ ദൂങ്ക. എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ അതിന് അനുവദിക്കുകയില്ല എന്ന് രാജ പറയുന്നു. ജനതാക്ക പ്രവേശ്, ജനങ്ങൾ അവിടേക്ക് പ്രവേശിക്കുന്നു. ജനത പാപി രാജാക്ക നാശ് ഹോ. പാപിയായ രാജാവിന് നാശമുണ്ടാവട്ടെ, നശിച്ചു പോവട്ടെ പാപിയായ രാജാവ് എന്ന് പറയാണ്. രാജ സേനാപതി തുമാരെ സാമനെ ഐസ അത്യാചാർ. സേനാപതി, നിന്റെ മുമ്പിൽ വെച്ചാണോ ഇത്രയും അത്യാചാരങ്ങൾ നടക്കുന്നത്? തുമാരി മഹാരാജ് കാ ഇസ് തര അപമാൻ കർണേക്ക് ഹിമ്മത്ത്. നിങ്ങളുടെ രാജാവിനെ ഇപ്രകാരത്തിൽ അപമാനിക്കാനുള്ള ധൈര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചാണല്ലോ ഇതെല്ലാം എന്ന് രാജാവ് സേനാപതിയോട് പറയുകയാണ്. സേനാപതി ആജ് മേരെ പാസ് കോയി അധികാർ നഹി ഹെ മഹാരാജ്. ഇന്ന് എനിക്ക് യാതൊരു അധികാരവുമില്ല മഹാരാജ്. രാജ ന്യായാധീശ് ഐസെ ബദ്മാശോ കോ തും സജാ ക്യോം നഹി ദേത്തെ. അപ്പൊ രാജാവ് ചോദിക്കാണ്, അല്ലയോ ന്യായാധിപ, താങ്കൾ എന്താണ് ഈ ബദ്മാശുക്കളെ, അതായത് ഈ ക്രൂരന്മാരെ, എന്താണ് ബദ്മാശ് പറഞ്ഞാൽ ശരിക്ക് തെമ്മാടി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ബദ്മാശോ കോ തും, ഈ ക്രൂരന്മാർക്ക് നിങ്ങൾ എന്താണ് ശിക്ഷ നൽകാത്തത് എന്ന് ചോദിക്കുകയാണ് രാജാവ് ന്യായാധീശിനോട്. न्यायाधीश इसलिए कि न्याय इन्हीं के हाथ में है और इनके साथ पूरी सेना भी है. इसलिए कि न्याय इन्हीं के हाथ में है. ഇതുകൊണ്ടാണ്, എന്താണ് കാരണം, എന്തുകൊണ്ടെന്നാൽ ന്യായം ഇവരുടെ പക്ഷത്താണ്. और इनके साथ पूरी सेना भी है. സൈന്യം മുഴുവനും ഇവരുടെ ഭാഗത്താണുള്ളത്. ആപ് ബി അബ് ഗാമോഷ് രഹിയെ. താങ്കൾ ഇപ്പോൾ നിശബ്ദനാവേണ്ടിയിരിക്കുന്നു. രാജമുകുട് ഉദാർ ദീജിയെ ജനതാക്കി ഭീഡ് മേ മിൽ ജായിയെ. രാജകിരീടം അഴിച്ചു വെച്ചിട്ട് ജനങ്ങളോടൊപ്പം ചേരൂ എന്ന് പറയാണ് രാജ. तो ലഡായി ഖതം ഹോ ഗയി. അപ്പൊ യുദ്ധം അവസാനിച്ചോ? മഗർ ഇസ്സേ ക്യാ ഹുവാ. പക്ഷെ ഇതുകൊണ്ട് എന്താണ്? അദാലത്ത് തോ ഹേ ഹി. കോടതിയില്ലേ. വഹാം തോ മേ അപ്പനി ബാത്ത് രഖ് സക്താ ഹും. അവിടെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. मेरी राजसभा के चारण अदालत में मेरी ओर से ऐसा भाषण देंगे कि मेरी നീതി ही ठीक है. എൻ്റെ രാജകൊട്ടാരത്തിലെ രാജചാരൺ എനിക്ക് വേണ്ടി കോടതിയിൽ സംസാരിക്കും. എൻ്റെ ഭാഗത്താണ് നീതിയുള്ളത് എന്ന് രാജചാരൺ കോടതിയിൽ സംസാരിക്കും എന്ന് രാജാവ് പറയുന്നു. न्यायाधीश राजचारण की चापलूसी सुन सुनकर जनता के कान जनजना रहे हैं. ന്യായാധീശ് പറയാണ്, രാജചാരൺ കി ചാപ്പലൂസി സുൻ സുൻകർ. രാജചാരണിന്റെ ഈ എന്താ പറയുക, ചാപ്പലൂസി മുഖസ്തുതി കേട്ട് കേട്ട് ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാൻ ചൻസനാരഹേ എന്ന ചൈൻ ഗോ ജാന, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് ന്യായാധീശ് പറയുന്നു. ചാപ്പലൂസി പറഞ്ഞാല് മുഖസ്തുതി, അല്ലെങ്കിൽ എന്താ പറയാ, ജൂട്ടി പ്രശംസ, കള്ളപ്രശംസ, ശരിയല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പ്രശംസിച്ച് പറയാം. അങ്ങനെ പ്രശംസ കേട്ട് കേട്ട് ജനങ്ങൾക്ക് മതിയായിട്ടുണ്ട്. അവരെന്താണ്, അവര് കാൻ ഝഞ്ചനാരഹേ, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരതൊന്നും വിശ്വസിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. രാജ മുജെ പതാ ഹേ നമക് കാ ഗുൺ വഹ് ഗായേ ഗാഹി. എനിക്കറിയാം, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നു അവൻ. രാജാവ് പറയാണ്, ആര്? രാജചാരൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് എന്ന് പറയാണ്. സമയ ആത്തെ ഹി മേ രാജചാരൻ കോ പുരസ്കൃത കരൂങ്ക. സമയം വരുമ്പോൾ ഞാൻ രാജചാരന് പുരസ്കാരം നൽകുന്നതായിരിക്കും. ന്യായാധീശ് രാജചാരൺ ने कहा है कि सिर्फ मुगड़ छीन लेने से ही नहीं चलेगा. ന്യായാധീശ് പറയാണ്, രാജചാരൻ പറഞ്ഞിട്ടുണ്ട്, കേവലം കിരീടം തട്ടിയെടുത്തത് കൊണ്ട് മാത്രമായില്ല എന്ന് രാജചാരൻ പറഞ്ഞിട്ടുണ്ട്. രാജ
യഹ് ക്യാ കത്തെ ഹോ, ഇതെന്താണ് പറയുന്നത്? തബ് തോ സച്മുച്ച് മേരെ സാമനെ ഗത്തരാ ഹേ, അപ്പോൾ എന്നിലാണോ എല്ലാ ആപത്തും ഉള്ളത്, ഞാനാണോ അപരാധി എന്ന് രാജാവ് പറയുന്നു. മേ അപ്പനെ ദർബാരി കവി കി റായ് ജാൻനാ ചാത്താ ഹൂം, ഞാൻ രാജകൊട്ടാരത്തിലെ രാജകവിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. न्यायाधीश दरबारी कभी अब विजयी जनता की गौरव गाथा लिख रहा है. ന്യായാധീശ് പറയാണ്, ദർബാരി കവി, കൊട്ടാരം കവി ഇപ്പോൾ ഇവിടത്തെ വിജയിച്ച ജനങ്ങളുടെ അഭിമാന ഗാനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. രാജ തോ ആവോ മിത്ര ഹേം തുമേ ബധായി, എങ്കിൽ വരൂ മിത്ര ഹേം, നിനക്ക് അഭിനന്ദനങ്ങൾ. ധന്യ തുമാരാ സാഹസ്, നിന്റെ സാഹസം. ജാനേക്കെ പഹലെ തുമേ ദോ ഏക്ക് സലാഹ് ദേന, നിന്റെ സാഹസത്തിന്, നീ നല്ല സാഹസിയാണ്, ധൈര്യശാലിയാണ്, നിനക്ക് അഭിനന്ദനങ്ങൾ. പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നോട് എനിക്ക് നിനക്ക് രണ്ട് ഉപദേശം നൽകാനുണ്ട്, ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. സലാഹ് ദേനാ ചാത്താഹും, ഞാൻ രണ്ട് ഉപദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. തും രാജചാരൺ കെ പതുക്കോ ഗതം കർദേന, നീ രാജചാരൺ എന്ന ആ പദവി ഇല്ലാതെയാക്കണം, ആ പദവി അവസാനിപ്പിക്കണം എന്ന് പറയാണ്. അബ് മേം വിദാ ലേത്താഹും സാധ്യവും, ഇപ്പോൾ ഞാൻ വിട പറയുന്നു കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് രാജാവ് രാജകിരീടം അഴിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ ഈ നാടകമുള്ളത്. വളരെ മനോഹരമായ ഒരു നാടകമായിരുന്നു. ഇതിൻ്റെ കഥ ഫുള്ളായിട്ട് പറയുന്ന ഒരു വീഡിയോ മലയാളത്തിൽ, അതിൻ്റെ ഫുള്ള് കഥ എന്താ പറയുക, സമ്മറി, എൻ്റെ ഒരു സമ്മറി ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അതും കാണാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അതുപോലെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ.